കാഴ്ചകളുടെ വസന്തം തീർത്ത ഗാങ്ടോക്കിനോട് വിട പറയുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമല്ല. ഗാങ്ടോക്കിൽ നിന്നും വീണ്ടും ഉയരങ്ങളിലേക്ക്, മേഘങ്ങൾക്കും മുകളിലേക്ക് കുതിക്കുകയാണ്. ഹിമാലയത്തിൻ്റെ നെഞ്ചുകീറി അഗാധമായ കൊക്കകൾക്കും കുത്തനെയുള്ള മലനിരകൾക്കും നടുവിലൂടെ അപകടങ്ങൾ പതിയിരിക്കുന്ന പാതയിലൂടെയുള്ള ഒരു മരണമാസ് യാത്ര. ലക്ഷ്യം മഞ്ഞുമലകളുടെ പറുദീസയായ ലാച്ചോങ്. ഈ യാത്രയുടെ യഥാർത്ഥ ത്രില്ലും ഭയാനകതയും പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ശ്വാസമടക്കി പിടിച്ചിരുന്നോളൂ. പ്രകൃതിയുടെ വന്യതയിലേക്കുള്ള കർട്ടൻ ഇവിടെ ഉയരുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോ ജനാർദ്ദനൻ. സിക്കിമിലെ ഗാങ്ടോക്കിൽ നിന്നും ലാച്ചോങ്ങിലേക്കുള്ള ആവേശകരമായ യാത്ര തുടങ്ങാൻ പോവുകയാണ്. യാത്രയ്ക്ക് മുൻപ് നല്ല നാടൻ രീതിയിലുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ റെഡിയായി. ഗാങ്ടോക്കിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് സായി റെസിഡൻസി എന്ന മനോഹരമായ ഈ ഹോട്ടലിലായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഞങ്ങളുടെ ലഗേജുകളെല്ലാം പുറത്തെടുത്ത് വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ദൂരമേറിയ ഒരു യാത്രയാണല്ലോ, വഴി ഒട്ടും പ്രവചിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ലഗേജുകളും കൃത്യമായി വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ച് ഞങ്ങൾ യാത്രയ്ക്കായി പൂർണ്ണമായും സജ്ജരായി കഴിഞ്ഞു. ഹോട്ടലിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. വലിയ പ്രതീക്ഷകളോടെ ഏതാനും കിലോമീറ്ററുകൾ മാത്രം മുന്നോട്ട് പോയപ്പോഴാണ് വണ്ടി പെട്ടെന്ന് റോഡരികിൽ ഒതുക്കി നിർത്തുന്നത്. നോക്കുമ്പോൾ മുന്നിൽ പോയ വണ്ടികളിലെ ആളുകളെല്ലാം ഇറങ്ങി നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഞങ്ങളും വണ്ടിയിൽ നിന്നിറങ്ങി. അല്പം മുന്നോട്ട് നടന്നപ്പോൾ തന്നെ കാതുകളിൽ ആ ശബ്ദം വന്നു പതിച്ചു. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ. പ്രകൃതി ഭംഗി നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലത്തു കൂടിയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകിയിറങ്ങുന്നത്. ഇതിനടുത്തു തന്നെ ടൂറിസ്റ്റുകൾക്കായി നല്ലൊരു റെസ്റ്റോറൻറ്റും ഒരുക്കിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിലൂടെ കുതിച്ചൊഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ദൂരെ നിന്ന് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ പതിയെ അതിനടുത്തേക്ക് നടന്നു. വെള്ളച്ചാട്ടത്തിൽ നിന്നും തെറിക്കുന്ന തണുത്ത നീർത്തുള്ളികളിൽ നനഞ്ഞൊട്ടിയ യാത്രക്കാർ. അഗാധമായ താഴ്വരയിൽ നിന്നും താഴേക്ക് വരുന്ന കാറ്റിൽ ഈ വെള്ളം മുകളിൽ തന്നെ ചിതറിത്തെറിക്കുന്നുണ്ട്. വിവിധ നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഈ വഴി യാത്ര ചെയ്യുന്നവരുമെല്ലാം ഇവിടെ ഇറങ്ങി ഈ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള പച്ചപ്പും ഈ വെള്ളച്ചാട്ടവും കൂടി ചേർന്നുള്ള ഒരു റിലാക്സിംഗ് സ്റ്റോപ്പായിരുന്നു ഇത്. വരാൻ പോകുന്ന ഭീകരമായ വഴികളെക്കുറിച്ച് മറന്ന് എല്ലാവരും ആ നിമിഷം ആസ്വദിക്കുകയായിരുന്നു. വെള്ളച്ചാട്ടത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മലനിരകൾക്കിടയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴികളിലെ റോഡുകളെല്ലാം ശരിക്കും മനോഹരമാണ്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ ഇടുങ്ങിയ പാതകളും വഴിയിൽ കാണുന്ന കൗതുകമുണർത്തുന്ന കുഞ്ഞു കുഞ്ഞു ടൗണുകളും
മലഞ്ചെരുവുകളിൽ തട്ടുകളായി പണിതുയർത്തിയ അവിടുത്തെ നാടൻ വീടുകളുടെ കാഴ്ചകളുമെല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഏകദേശം 1 മണി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി നിർത്തി. മനോഹരവും വൃത്തിയുള്ളതുമായ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ സാധാരണ ഊണിന് വെജ് താലി 180 രൂപയാണ് വില. പരിപ്പ് കറി, 2 തരം കൂട്ടുകറികൾ, പപ്പടം എന്നിവയൊക്കെ അടങ്ങിയ ഒരു സ്വാദിഷ്ടമായ ഊണ്. ഇനി ചിക്കൻ താലിയാണ് വേണ്ടതെങ്കിൽ അതിന് 280 രൂപയാകും. കൂടെ നല്ല നാടൻ ചിക്കൻ കറിയും ഉണ്ടാകും. ഭക്ഷണത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്താണെന്നോ? ഈ നാട്ടിൽ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരേ ഒരു സാധനം മദ്യമാണ്. ഏത് ഹോട്ടലിൽ ഇരുന്നും ആർക്കും മദ്യം കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ രീതി. പക്ഷേ നമ്മൾ നാട്ടിൽ കാണുന്നത് പോലെ വലിയ ബഹളങ്ങളൊന്നും ഇവിടെ കാണില്ല. ആരും പരസ്യമായി വാങ്ങി കഴിക്കുന്നതായി കണ്ടതുപോലുമില്ല. ആവശ്യമുള്ളവർ വളരെ സൈലൻ്റായി ഒരു കോണിലിരുന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത്. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി. ചെറുതായി ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കൂടിയായപ്പോൾ ശരിക്കും വഴിയിൽ കാത്തുവെച്ച സമ്മാനം പോലെ തോന്നി. ആ കാഴ്ചയും കണ്ട് മനോഹരമായ മറ്റൊരു മലയോര ടൗണും പിന്നിട്ട് വണ്ടി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷമാകെ മാറി. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ യാത്രയിലെ ഏറ്റവും അപകടകരമായ മേഖലയിലേക്കാണ്. ഒരു വശത്ത് അഗാധമായ കൊക്ക, മറുഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം എന്ന് ഭയപ്പെടുത്തുന്ന കൂറ്റൻ മലനിരകൾ. വണ്ടിയുടെ ഒരു ചെറിയ പാളിച്ച പോലും വലിയ അപകടത്തിന് കാരണമായേക്കാവുന്ന പാത. ഇനിയുള്ള ആ ത്രസിപ്പിക്കുന്ന കാഴ്ചകളും ഈ യാത്രയുടെ ഭീകരതയും ഞാൻ വാക്കുകളാൽ വിവരിക്കുന്നില്ല. അത് മുഴുവനായും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. വണ്ടിയുടെ ഉള്ളിലിരുന്ന് ഞങ്ങൾ അനുഭവിച്ച ആ നെഞ്ചടിപ്പ് നിങ്ങളും നേരിട്ട് കണ്ടറിയൂ.
മല തുരന്ന് നിർമ്മിച്ച ഒരു കൂറ്റൻ ടണലിലേക്കാണ് ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. വടക്കൻ സിക്കിമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തേങ് ടണൽ ആണിത്. കിലോമീറ്ററുകളോളം നീളമുള്ള ലാമമാരുടെ നാടായ ചൂങ്താങ്ങിലേക്കുള്ള യാത്ര സുരക്ഷിതമാക്കുന്ന ഒരു അത്ഭുത തുരങ്കം. തുരങ്കത്തിനുള്ളിലെ മങ്ങിയ വെളിച്ചത്തിലൂടെ ഇരുവശവുമുള്ള കോൺക്രീറ്റ് ചുവരുകളെ സാക്ഷി നിർത്തി വണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പുറത്തെ മഴയും തണുപ്പും മാറി പെട്ടെന്ന് മറ്റൊരു നിശബ്ദ ലോകത്ത് എത്തിയതുപോലെ ഈ വലിയ തുരങ്കത്തിൻ്റെ ഇരുളും വെളിച്ചവും മാറി മറയുന്ന ദൃശ്യങ്ങൾ പിന്നിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക്. ടണൽ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. വടക്കൻ സിക്കിമിലെ പല മേഖലകളിലേക്കും പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇവിടെ കൃത്യമായി രേഖകളെല്ലാം കാണിച്ച് അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. പെർമിറ്റ് ശരിയാകുന്ന ആ സമയം കൊണ്ട് ഞങ്ങൾ റോഡരികിൽ കണ്ട വളരെ ചെറിയൊരു കുഞ്ഞു കടയിലേക്ക് കയറി. നല്ല ചൂടുള്ള ഒരു ചായയും കുടിച്ച് അവിടുത്തെ തണുപ്പും ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങൾ ആ കടയിൽ ചിലവഴിച്ചു. ഇത്തരം നീണ്ട യാത്രകളിൽ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളേക്കാൾ ഇതുപോലുള്ള കുഞ്ഞു നാടൻ കടകളിലെ അനുഭവങ്ങളാണ് മനസ്സിന് കൂടുതൽ സന്തോഷം തരാറുള്ളത്. അങ്ങനെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് ചായയും കുടിച്ച് ഫ്രഷായി ഞങ്ങൾ യാത്ര തുടരുകയാണ്. മലനിരകളുടെ കാവലുള്ള പ്രകൃതിയുടെ സ്വന്തം പറുദീസയായ ലാച്ചോങ്. ഗ്യാങ്ടോക്കിൽ നിന്നുള്ള ആ നീണ്ട യാത്രയുടെ ക്ഷീണമത്രയും ഈ തണുത്ത കാറ്റിലും ഇവിടുത്തെ മനോഹരമായ അന്തരീക്ഷത്തിലും അലിഞ്ഞുപോയി എന്ന് പറയാം. ഇനി ഇവിടുത്തെ അതിശയകരമായ കാഴ്ചകളാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. ഈ യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി.